എൻ്റെ നാട്ടുകാരനും എന്നെ പരിചയമുള്ളൊരു വ്യക്തി എന്നെ സൗദിയിലേക്ക് അയാളുടെ ബിസിനസ്സിന് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ടും വിളിച്ചു. എനിക്ക് അയാളെ നേരിട്ട് അറിയാം. ആ വ്യക്തി കഴിഞ്ഞ 10-30 വർഷമായിട്ട് സൗദിയിൽ വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് പുള്ളി എന്നെ വിളിച്ചത്. പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപൊക്കെ നല്ലോണം കച്ചവടം ചെയ്തിരുന്നു, സൗദിയിൽ വലിയ രീതിയിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ബിസിനസ് സ്റ്റക്കാണ്, ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ബിസിനസ് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്ന എൻ്റെ സ്ഥാപനം എങ്ങനെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ചെയ്തതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്, സൗദിയിൽ ഒരു റിമോട്ടായിട്ടുള്ള ഒരു ടൗണിനോട് ബേസ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. അവിടെ നിന്ന് സൗദിയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവിടെ ഞാൻ ചെന്നു, ആ കമ്പനിയെ കുറിച്ച് പഠിച്ചു, അവരുടെ ഡാറ്റ, സിസ്റ്റം, ടീം ഇതെല്ലാം അനലൈസ് ചെയ്തു. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കമ്മിറ്റഡ് എംപ്ലോയീസ് ആണ്, എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ബ്രാൻഡ് നെയിം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മാർക്കറ്റിൽ അവർക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. മുൻകാലങ്ങളിൽ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവർ മുൻപ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മുമ്പ് ചെയ്തതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. കാരണം പുള്ളിക്കാരൻ പഴയ ആളാണ്. പുള്ളിക്കാരന് പുതിയ മാറ്റങ്ങൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എക്സൽ ആണ് ഇപ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട ഡാറ്റ എന്ന് പറയുന്നത്. സൗദിയിൽ ഒരുപാട് ഗവൺമെന്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ടാക്സേഷനും സക്കാത്തും തുടങ്ങിയ പരിപാടികളൊക്കെ ആയിട്ട് ഗവൺമെന്റ് കംപ്ലീറ്റ്ലി ഒരു മോഡേൺ സിസ്റ്റത്തിലേക്ക് കമ്പനിയെ നിർബന്ധിക്കുന്നുണ്ട്. അതൊക്കെ പുറത്തെ ഏജൻസികളെ വെച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവർ കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുന്നതും ഇപ്പോഴും എക്സലിനെയും മാനുവൽ ബുക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയേറെ സെയിൽ ഉണ്ടായിരുന്നു, ഇത്രയേറെ ടേൺ ഓവർ ഉണ്ടായിരുന്നു, ഓൾ ഓവർ സൗദി അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇത്രയേറെ ഒരു 10-80 വരുന്ന സ്റ്റാഫ് ഉണ്ട്, ഈ സ്റ്റാഫിൻ്റെ ഒന്നും പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഡാറ്റയും ഒരു മെക്കാനിസവും ഇല്ല. അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളും കൗണ്ടറുകളും മോണിറ്റർ ചെയ്യാനും ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഡാറ്റയും അല്ലെങ്കിൽ അനലിറ്റിക്കൽ ടൂൾസും ഉപയോഗിക്കുന്നില്ല. എക്സലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാനുവൽ ഡോക്യുമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ പുള്ളി പറയുന്നത്. സോ ഒരു ബിസിനസിന്റെ എഫിഷ്യൻസി, പ്രത്യേകിച്ചും ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുന്നതിൽ നിർബന്ധമായിട്ടും ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം, കൃത്യമായിട്ടുള്ള ടെക്നോളജി ഇൻ്റഗ്രേഷൻ. കാരണം ഇന്ന് മുൻപത്തെ പോലെയല്ല, നമുക്കിന്ന് ഓരോ ഏരിയയും കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റിനാണ് പ്രശ്നമുള്ളത്, ഏത് മാർക്കറ്റിലാണ് നമ്മളെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്, എവിടെയാണ് പ്രശ്നമുള്ളത്, ഏത് കൗണ്ടറിലാണ് നമ്മൾ ബിസിനസ് താഴേക്ക് പോകുന്നത്, ഏത് കൗണ്ടറിലാണ് കൂടുന്നത്, ഏത് സെയിൽസ്മാൻ ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളുടെ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് ഡാറ്റകളെയും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ, ERP ടൂൾസുകൾ നമുക്ക് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസുകളും HRM സോഫ്റ്റ്വെയർസുകളും CRM സോഫ്റ്റ്വെയറുകളും അടക്കം നമ്മുടെ ബിസിനസ്സിനെ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. ആരെ ഒഴിവാക്കണം, ആരെ നിർത്തണം, ഏതാളാണ് പെർഫോം ചെയ്യുന്നത്, ആര് പെർഫോം ചെയ്യുന്നില്ല, ഏത് പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യേണ്ട, ഇതൊക്കെ നമ്മളെ എടുക്കാൻ സഹായിക്കുന്നത്, ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നത് നമ്മുടെ കയ്യിൽ അതിന് കൃത്യമായിട്ട് ഡാറ്റ തരാൻ കഴിയുന്ന ടൂളുകൾ ഉണ്ടാകുമ്പോഴാണ്. എക്സലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. എക്സൽ വേണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി ഒരു ബിസിനസിന്റെ പല ആവശ്യങ്ങൾക്കും എക്സലിൽ നിന്ന് ആവശ്യമുണ്ട്, വേണ്ടെന്നല്ല. ബട്ട് എക്സലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡാറ്റകളെയും അനലൈസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വേർഡ് നമ്മൾ മാനുവൽ ആയിട്ട് ബുക്ക് കീപ്പിങ്ങിലൂടെ മാത്രം ഇതെല്ലാം നേടിക്കളയാം എന്ന് വിചാരിക്കുന്നതൊക്കെ തെറ്റാണ്. ഒരുപാട് മാറിയിട്ടുണ്ട്. 1985 അല്ല, അവിടുന്ന് 40 വർഷം ഇങ്ങോട്ട് മാറി 2025 നമ്മൾ നിൽക്കുന്നത്. ആളുകൾ ഇന്ന് AI സംസാരിക്കുന്ന കാലമാണ്. AI നമുക്ക് ഉത്തരം തരുന്ന കാലമാണ്. ആ കാലത്ത് നമ്മൾ പഴയ ബുക്കും പഴയ എക്സൽ ഷീറ്റും പഴയ വേർഡും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ഇടിച്ചു കയറും. മാർക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് വലിയ പ്രതാപമൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തിരുന്നു, ഞങ്ങൾ ഭയങ്കര സൂപ്പർ ബിസിനസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സമയാസമയങ്ങളിൽ ബിസിനസ്സിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കണം. ബിസിനസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സമയാസമയങ്ങളിൽ എടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ട ബിസിനസ്സിനെ കുറിച്ച് ഓർത്തും പഴയ വീരകഥകളും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുന്നതിന് മുമ്പ് അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. ഇത് ഓരോ ബിസിനസ്സുകാരൻ്റെയും നിർബന്ധിതമായിട്ടുള്ള ബാധ്യതയാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഈ പറയുന്ന ഡാറ്റ ഡ്രിവൺ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യൽ ഈസ് നെസസറി. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, ബിസിനസ് കോച്ചാണ്.